അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പട പോലെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ. മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷാഫലത്തിൽ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ, ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ, അത് കഴിഞ്ഞവർ, വിസ പ്രോസസ്സിങ് കൊടുത്തിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവരെ, നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ഡിവിഷണൽ ഫോളുള്ള അധ്യാപകരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ നിന്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ. God increase the spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്നലെ കണ്ടതേ ഭീരുത്വത്തെക്കുറിച്ചല്ലേ? അപ്പോൾ ദൈവവേലയ്ക്ക് ധൈര്യമാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ റോമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൗലോസിൻ്റെ ജയില് കാണാൻ പോയി. അപ്പോൾ പൗലോസ്, ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസം അല്ലേ, ഇപ്പം പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ. പൗലോസിനെ കൈവിലങ്ങ് അണിയിച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ആ ജയിലിൽ ഞാൻ പോയി അടുത്ത് നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോഴേ ആ ജയിലിരുന്നുകൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട്, ലാസ്റ്റ് ലേഖനം. അത് തിമോത്തിയുടെ ലേഖനമാണ്. തിമോത്തി ബിഷപ്പിനെ കുറിച്ച് ബിഷപ്പിന് പുള്ളി എഴുതുന്നതാണ്. അത് ഈ ജയിലിലിരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്ന എഴുതുന്ന സംഭവമാണ്. എന്താ പറയുന്നറിയാമോ? 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. കണ്ട, അതൊക്കെ ചങ്ങല കിടക്കണ്, ആ ജയിലിൽ കിടക്കണ്, വെളിച്ചമില്ല, വൃത്തിയില്ല, ആകൃതത്തിൽ കിടക്കുക. അപ്പം അവിടെ ഇരുന്ന് എഴുതണാണ് തിമോത്തിക്ക്. എന്താണ് എഴുതിയിരിക്കണത് കേട്ടോ? വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കിൽ ജയില്, കൈവിലങ്ങ്. എന്നിട്ട് പൗലോസ് പറയും, കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന്. എന്താ, അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. 2 തിമോത്തി 2:9. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം പോലും സ്വീകരിക്കാത്ത ആൾക്കാര് അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കൈമാറുന്ന കാഴ്ച കാണുന്നു. ആരുമൊക്കെ ഫീൽഡ് ഔട്ടായിട്ടുണ്ട്. അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഔട്ടാക്കിയിട്ടുണ്ട്. ഐശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പേ ഇന്ന ആൾക്കാർ മുമ്പോട്ട് ചെയ്യുന്നു. അതായത് അത് വളരെ സുന്ദരമായ രീതിയിൽ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷ വേലയെ പോലെ ധൈര്യം വേണ്ടതും നട്ടല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ്. അത് ഇന്ന രീതി അത് ചെയ്യേണ്ട ആൾക്കാർ, അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിന് പകരം അവർക്കിഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവലിയുകയും ഇവർ മീനിങ്ലെസ് ആയി മാറുകയും ചെയ്യും. ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കുന്നവർക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ടതാണ് ഈ കാലഘട്ടങ്ങളിൽ. അങ്ങനെ പോയവർ തിരിച്ച് ട്രാക്ക് ഔട്ടായി പോയവർ ട്രാക്കിങ് ചെയ്യണം. അതാണ് ഈ സുവിശേഷ വേലയുടെ ഉദ്ദേശം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2020 ഞങ്ങൾ UAE അലൈൻ എന്ന ദേശത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 25 തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം 10 വർഷം മുൻപ് ഞാൻ UAE നിന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ചേച്ചി ഒരു 2024 മെയ് മാസത്തിൽ ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടുകയും ഫോൺ നമ്പർ അന്നേരം ഞങ്ങൾ കൈമാറി. കാരണം 10 വർഷം മുമ്പുള്ള നമ്പറല്ലായിരുന്നു ആ ചേച്ചിയുടേത്. പെട്ടെന്ന് ഒരു ദിവസം ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് നോർമലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നോട് പറയാണ്, ഡിനു ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്, നീ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമോ? അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നടക്കുന്ന ഒരിടമാണെന്ന്. ഞാൻ 2023 മുതൽ ഈ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. എല്ലായിടത്തും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഒരു കൃപാസനം എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ വീട്ടിൽ സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കും, പക്ഷേ എനിക്കത്ര വിശ്വാസമോ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ചേച്ചിയുടെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുകയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരിടമാണ് കൃപാസനം, നമുക്കൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ? ആ നിമിഷം തന്നെ ഹസ്ബൻഡ് സമ്മതിക്കുകയും ഞങ്ങൾ യൂട്യൂബ് വെച്ച് ഞങ്ങൾ കൃപാസനം സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കൃപാസനത്തിലെ ഉടമ്പടി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയും കണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ ആദ്യം വെച്ചത്. ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുൻപ് പലയിടത്തും CV അയക്കും, പക്ഷേ എങ്ങൊന്നും ഒരു ഫോൺ കോളുകളോ ഒന്നും വരില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ബയോഡേറ്റ അയക്കുമ്പം അവിചാരിതമായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളുകൾ വന്നു തുടങ്ങി. ഹസ്ബൻഡ് പോകും, അറ്റൻഡ് ചെയ്യും, ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും, പക്ഷേ റിസൾട്ട് ഒന്നും ഞങ്ങൾക്ക് വരില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോൾ ഞാൻ എന്നും ഈ ഉടമ്പടി സാക്ഷ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാൽ കേൾക്കണത്. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, എൻ്റെ വീട്ടിലൊരു കൃപാസനം പത്രം ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ അത് തുറന്നു നോക്കിയിട്ടില്ല. 2023 വെക്കേഷന് വന്നപ്പം എനിക്കൊരു പള്ളിയുടെ മുറ്റത്തു നിന്ന് കിട്ടിയ പത്രമാണ്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു, പക്ഷെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പത്രം കയ്യിലിരിക്കട്ടെ, ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കയറിക്കോ, അമ്മ ഇതിൻ്റെ മേലെ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഞാൻ പത്രം കൊടുത്തു വിട്ടു. ആ ഇൻ്റർവ്യൂ അവർ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിനോട് ഒരു ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഹസ്ബൻഡിനെ വിട്ടു. അപ്പം ഒരു പോസിറ്റീവ് ഹസ്ബൻഡിന് അതിൽ നിന്ന് മനസ്സിലായി ഈ ജോലി കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, മെയിലൊന്നും വന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എന്താ മെയിൽ വരാത്തതെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അങ്ങനെ ഇരിക്കും ഒരു റിസൾട്ടും വരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാൻ തുടങ്ങി, ഞാനൊന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോട്ടെ. ഞാൻ ആദ്യമൊക്കെ വിലക്കി, കാരണം നമുക്ക് ഒന്നിച്ച് പോകാമല്ലോ, അടുത്ത വർഷം വെക്കേഷൻ, ഇപ്പോൾ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് എന്നെ നിരന്തരം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, എനിക്കൊന്ന് പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ 2024 സെപ്റ്റംബർ 23 എൻ്റെ ഹസ്ബൻഡ് ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുത്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയും ഭൗതികമായിട്ടല്ല, ആത്മീകമായി ഞങ്ങളെ ഏറെ ഉയർത്തിയെന്ന്. പരിശുദ്ധ അമ്മയുടെ മകനോട് ചോദിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അമ്മ വഴി ഞങ്ങൾക്ക് നേടിത്തരികയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ മുതൽ വീണ്ടും ഇൻ്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി. പക്ഷേ അന്നേരം ഞങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് ഹസ്ബൻഡിന് മെയിൽ വരികയും ഹസ്ബൻഡിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞവർ. അപ്പോൾ അന്ന് പറഞ്ഞ സാലറി അല്ല, അതിൽ കുറച്ച് സാലറി. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമായി, കാരണം ഒന്നിച്ച് നിൽക്കാമല്ലോ, നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം, ഉടമ്പടി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഒന്നിച്ചു പാലിക്കാമല്ലോ എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിന് ദുബായിൽ നിന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരിക. അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് അതും പോയി അറ്റൻഡ് ചെയ്തു. പോകുമ്പോഴെല്ലാം ഈ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അലയിൽ നിന്ന് ദുബായിക്ക് പോകണേ 2 മണിക്കൂർ. ഹസ്ബൻഡ് അത്രയും നേരം ജപമാല ചൊല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വീട്ടിലെത്തുന്നതിന് മുൻപേ ഹസ്ബൻഡിന് ഓഫർ ലെറ്ററാണ് വന്നത്. അലൈനിൽ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ ശമ്പളത്തോടു കൂടി. എൻ്റെ ഹസ്ബൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരവിടെ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഹസ്ബൻഡിനെ ഞങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഞങ്ങളുടെ മേൽ ഇടപെടുകയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ആ ജോലി ഓഫർ കിട്ടിയപ്പോൾ എനിക്കപ്പോൾ വിഷമമായി. ദുബായിക്ക് പോകണോ? പോയാൽ ആഴ്ചയിലല്ലേ വരാൻ പറ്റുകയുള്ളൂ. അലയിലാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമ്മുടെ എല്ലാ ആത്മീകപരമായി ഭൗതികപരമായ കാര്യങ്ങളല്ല, ആത്മീകപരമായി ഈശോയോട് കൂടുതലെടുക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമുക്ക് അനേകം പേരെ നേടണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫീൽഡുള്ള ജോലി എനിക്ക് കിട്ടിയില്ലേ, ഞാൻ പൊക്കോട്ടെ എന്ന്. അങ്ങനെ ദുബായിൽ പോയി ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പിറ്റേ ദിവസം ജോയിനിങ്ങാണ്. ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് ഓഫാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, ഹസ്ബൻഡിനെ വിടണ്ട, അവിടെ ജോയിൻ ചെയ്യണ്ട എന്ന്.
ഞാൻ ഹസ്ബൻഡ് വീട്ടിലെത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞു നാളെ ജോയിൻ ചെയ്യാൻ പോകണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു, നാളെ എനിക്ക് ജോയിനിങ് ആണല്ലോ എന്ന്. ഞാൻ സമ്മതിച്ചില്ല, ജോയിൻ ചെയ്യണ്ട, അമ്മ മാതാവ് നമ്മുടെ മേൽ ഇടപെടും, അലൈനിലെ ജോലിക്ക് തന്നെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അലൈനിലെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ ആണ് ഹസ്ബൻഡ് അറിയുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഡിസൈൻ എഞ്ചിനീയറായിട്ടാണ് ഹസ്ബൻഡിനെ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഫസ്റ്റ് ഡേ തന്നെ അവർ കുറേ പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു, പിറ്റേ ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന്. വളരെ വിഷമത്തോടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ദുബായിക്ക് പോയാൽ മതിയായിരുന്നു, ഇത് ഇപ്പം വലിയ പ്രശ്നത്തിലായല്ലോ, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ മാതാവ് ഇതിൻ്റെ മേൽ ഇടപെടും, അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തരട്ടെ, അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകണ്ട എന്ന്. അന്ന് ഹസ്ബൻഡ് അറിയാവുന്നവരെല്ലാം വിളിച്ച് ചോദിച്ചു ഇതൊന്ന് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാമല്ലോ എന്ന്. പക്ഷേ ആരും വന്ന് ഹസ്ബൻഡിനെ സഹായിച്ചില്ല. ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി അമ്മ മാതാവ് ഞങ്ങളുടെ മേൽ ഇടപെട്ട. ഹസ്ബൻഡ് പിറ്റേ ദിവസം ആ ജോലിക്ക് പോയില്ല. വേണ്ട എന്ന് തന്നെ വിചാരിച്ചു, അമ്മയുടെ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ പിറകെ നടന്ന ഹസ്ബൻഡ് പറയുക നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കുമോ, ഉടമ്പടി എടുക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ 5:30 എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കും, പക്ഷേ പല ദിവസങ്ങളും എഴുന്നേക്കില്ല. ഹസ്ബൻഡ് പ്രാർത്ഥിച്ചോട്ടെ, അങ്ങനൊരു ചിന്തയാണ്. പക്ഷേ എന്നും ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ കേൾക്കുവാണ്, ഭാര്യയുടെ ഉടമ്പടിയിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ ഒരു ഭർത്താവ് നിന്നപ്പോൾ അവിടെ മാതാവ് കൊടുത്തത് അങ്ങനെ ഭർത്താവ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്, നമുക്കിനി അടുത്ത വർഷം പോയത്, ഇപ്പോൾ പോയിട്ട് വന്നേ അല്ലല്ലോ, ഞാൻ അടുത്ത വർഷം ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മുറ്റത്തേക്ക് തുണി വിരിക്കാൻ ഇറങ്ങിയതാ. ഒരിക്കലും അനുഭവിക്കാത്തൊരു സുഗന്ധാഭിഷേകം ഞാൻ അനുഭവിച്ചു അവിടെ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ചേച്ചിയുണ്ട്, ഞാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വന്നേ, ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാത്ത ഒരു സുഗന്ധം. പെട്ടെന്ന് എന്നോട് ആരോ പറയുക നീ പോകണം, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, നീ തടസ്സമായി നിൽക്കരുത്, നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു. നവംബർ മാസം 25-ാം തീയതി വേറെ 4 ദിവസത്തെ അവധിയെടുത്ത് ഞാനും കുഞ്ഞുമായിട്ട് നവംബർ 25 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിൽ നിന്ന് വീണ്ടും ഒരു കോള് വരിക, ഒരു ഇൻ്റർവ്യൂ കോള്. ആ ദിവസം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം ഹസ്ബൻഡിന് ഒരു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി, പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്തതാണ്. എന്നിട്ട് നവംബർ 26 വീണ്ടും അബുദാബിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ഫോൺ കോൾ കൂടെ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ വന്ന് അറ്റൻഡ് ചെയ്യുമോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓർത്തു എത്ര പ്രാവശ്യമായി ഇത് അറ്റൻഡ് ചെയ്തിട്ട് എവിടെയും ഒന്നും ഉറക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഹസ്ബൻഡിന് വന്നു. അങ്ങനെ നവംബർ 26-ാം തീയതി ഹസ്ബൻഡ് നവംബർ 27-ാം തീയതി ഇൻ്റർവ്യൂക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് ഒരുങ്ങി എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം, അമ്മ മാതാവ് ഇടപെടും. പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയൊന്നും എഴുതിയില്ല. പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഒരു വട്ടം നമ്മളൊരു കാര്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മൾക്കത് ഉടമ്പടി നമ്മൾ വിശ്വസ്തരായിരുന്നാൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനും എൻ്റെ കുടുംബവും. നവംബർ 27-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനുമായി പോയി. ഉച്ച കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ചോദിച്ചു. 2 പേരായിരുന്നു ഇരുന്നത്. ചോദിച്ചിട്ട് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുന്നത്. എന്നിട്ട് അവരൊരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു എക്സ്പെക്റ്റഡ് സാലറി എഴുതാൻ. പരിശുദ്ധ ഹസ്ബൻഡ് എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ വൈഫിന് കിട്ടുന്ന അത്ര സാലറി എനിക്ക് തരണമേന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എന്നെക്കാട്ടിൽ ഒരു തരം കൂടുതലെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് അമ്മ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമെന്ന്. ഓൺ ദ സ്പോട്ട് ഓഫർ ലെറ്റർ കയ്യിൽ കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ഒന്നും നോക്കിയില്ല. അതുമായിട്ട് ഓഫീസിൻ്റെ താഴെ വന്ന് തുറന്നു നോക്കുമ്പോൾ വെറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലിരുന്ന എൻ്റെ ഹസ്ബൻഡിന്, കരിയർ ഗ്യാപ്പുള്ള എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിൽ ഒരിക്കലും അർഹിക്കാത്ത ഒരു സാലറി കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഇവിടെ അമ്മ ഉയർത്തി നിർത്തി. അത് അമ്മ ജീവിതത്തിൽ അച്ഛൻ പറയുന്ന പോലെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് പോകുന്നതിന് മുമ്പ് അമ്മ നമ്മളെ ഇവിടെ എത്തിക്കുമെന്ന്. അതൊരു 4 മാസം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യും, എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എന്തിന് ഞങ്ങളെ ഇവിടെ 2 പേരെയും എത്തിച്ചെന്നും എന്നെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്തിയത് എന്തിനാണെന്നും എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. രണ്ടാമതായി ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് എൻ്റെ ഒരു ഭൗതിക കാര്യം ഞാൻ എഴുതിയത്. 5 നിയോഗങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി. ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി അമ്മേ മാതാവേ, ഞാൻ ആത്മീകമായി ഒന്നും വളർന്നിട്ടില്ല, എനിക്ക് അമ്മയോടും ഈശോയോടും ചേർന്ന് അനേകം ആത്മാക്കളെ എനിക്ക് നേടണം, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്നൊരു നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ 6ാമത്തെ നിയോഗത്തിൽ എഴുതി എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണം. കാരണം ഹസ്ബൻഡ് എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് പേടിയാണ്. ഒരു സൈക്കിൾ പോലും ചവിട്ടാത്ത
ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എനിക്കറിയാം എന്നാൽ അത് സാധ്യമല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അങ്ങനെ ഞാൻ UAEയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതി. ഡിസംബർ മാസത്തിൽ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടും ഈശോയോടും ഒറ്റ കാര്യം പറഞ്ഞു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ്, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് തന്നാൽ ജീവിതത്തിലെ ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയില്ല, വിശുദ്ധ ബലി മുടങ്ങാതെ എനിക്ക് പങ്കെടുക്കണം ആ ദേശത്ത്. പിന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി എന്നാലാവുന്നത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം അമ്മ എന്നൊരു വാക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോയത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ എന്നെ അവിടെയും അറിയിച്ചു. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് സൺഡേ എനിക്ക് എക്സാമാണ്, ലേണേഴ്സ് ടെസ്റ്റ്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല. പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് കിട്ടിയ ദിവസം മുതൽ, അപ്പോൾ അന്നേരം ഇവിടെ 5:30 ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഞാൻ എന്നും ഈ ഹോൾ ടിക്കറ്റ് വെച്ച് 5:30 പ്രാർത്ഥനയ്ക്ക് അവിടെ 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. ഞാൻ എന്നിട്ടൊരു ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ടു. പരിശുദ്ധ അമ്മേ ഇന്ന ദിവസം, അപ്പോൾ എൻ്റെ എക്സാം 2:45 ഞാൻ അങ്ങനെ ടൈം എഴുതിയിട്ട് പറഞ്ഞു, അമ്മേ 40 മാർക്ക് വേണമല്ലോ പാസ്സാവാൻ, എനിക്കിതിനകത്ത് ജയിക്കാൻ കഴിയില്ല അമ്മ, എനിക്കൊരു 37 മാർക്ക് മതി ജയിക്കാൻ. 40 മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിക്കണമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച ഞാൻ ഈ പേപ്പർ കൈ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ആ സൺഡേ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ ഇത്തിരി ലേറ്റായി എങ്കിലും ഞങ്ങൾ കറക്റ്റ് 2:35 ആയപ്പം ഞാൻ എക്സാം ഹോളിലെത്തി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ചോദിച്ചു എന്നോട് എന്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ എക്സാമാണ്. എൻ്റെ ഹോൾ ടിക്കറ്റ് മേടിച്ച് നോക്കിയിട്ട് മാഡം നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയല്ലോ, 2:20 ആയിരുന്നല്ലോ നിങ്ങളുടെ എക്സാം, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന്. ഞാൻ പറഞ്ഞു 2:20. പെട്ടെന്ന് ഞാൻ പേപ്പർ നോക്കിയപ്പം അന്നേരമാണ് എൻ്റെ കണ്ണിൽ ആ സമയം കാണിക്കുന്നത്. അതുവരെ ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ച സമയം 2:45. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഇത്രയും ദിവസം ഇത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? താഴെ പോയി വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണം, ഡേറ്റ് നെക്സ്റ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ജപമാലയിൽ കോർത്ത ഈ കാശുരൂപവും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും ഇരിപ്പുണ്ട്. ഞാൻ ഒറ്റ സെക്കൻഡ് ഒരു ഫീമെയിൽ സെക്യൂരിറ്റി ഒരു റൂമിൽ നിന്ന് ഓടി വരികയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു. ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഈ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് എക്സാം ഹോളിലേക്ക് ഓടുകയാണ്. അവരങ്ങോട്ട് കയറുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. തിരിച്ചെന്നെ വിളിക്കുക, നീ വാ എക്സാം എഴുതാനെന്ന്. ഞാൻ പോയി ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്തു. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. കൂടെ ഉള്ളവരെല്ലാം എക്സാം എഴുതിപ്പോയി. ഒരു അറബിക് ലേഡി ആയിരുന്നു ഇൻസ്ട്രക്ടർ. 3-4 വട്ടം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഇവരെന്നെ ചുറ്റിപ്പറ്റി 3-4 വട്ടം എൻ്റെ സിസ്റ്റത്തിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് പിന്നെയും ഇവർ വന്നൊരു 4-ാമത്തെ പ്രാവശ്യം ഇവർ വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യനെ നോക്കിന്നിട്ട് എനിക്കൊരു ക്ലൂ പോലെ പറഞ്ഞു തരുവാ, നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതി എനിക്ക് പറഞ്ഞു തരുക. പക്ഷേ എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം ഞാനത് ഓൾറെഡി തിരുത്തിയിട്ടിരിക്കുന്നൊരു വ്യക്തി. വീണ്ടും അത് തെറ്റാന്ന് പറയുമ്പോൾ എനിക്കത് വായിച്ചിട്ടും മനസ്സിലാവും. അപ്പോൾ അവർ അറബി ഇതിൽ എനിക്കത് തെറ്റാണെന്ന് വീണ്ടും എന്നോട് പറയുക. അപ്പം ഞാൻ മനസ്സിലായി ഇത് അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ ഉത്തരം തിരുത്തി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സിസ്റ്റം തന്നെ ഷട്ട് ഡൗൺ ആയി. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാം. പരിശുദ്ധ അമ്മ എന്നെ അവിടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. എൻ്റെ സിസ്റ്റം ഓപ്പണായി വന്നപ്പോൾ ഞാൻ 40 മാർക്ക് അമ്മയോട് ചോദിച്ചത് 41 മാർക്ക് തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. ആ 1 മാർക്കും അമ്മയായിട്ട് അവിടെ വന്ന് അത് തിരുത്തിയതെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സാക്ഷിയാവത്തില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാക്കി. പിന്നെയുള്ള കടമ്പ റോഡ് ടെസ്റ്റാണ്. ഞാൻ അപ്പോഴത്തെ എൻ്റെ ഉടമ്പടിയൊക്കെയും കഴിഞ്ഞു. ഉടമ്പടി 3 മാസത്തെ. പക്ഷേ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു. ഞാൻ 3 വട്ടം UAEയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫെയിലായി. റോഡ് ടെസ്റ്റ് പലവട്ടം നിരാശകൾ വന്നു. എങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ചോദിച്ചിട്ടല്ലേ ഞാനിത് തുടങ്ങിയത്, അമ്മയുടെ മകനോടും ചോദിച്ചിട്ടല്ലേ ഞാൻ പോയത്, എൻ്റെ കഴിവിൽ ഇതെനിക്ക് കിട്ടത്തില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ഒറ്റ ഉടമ്പടി ധ്യാനം മുടക്കത്തില്ല. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കേൾക്കുമായിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി ആരാധനയുടെ മധ്യത്തിൽ ജോസഫ് അച്ഛൻ പറയുക, ഇന്ന് മുതൽ 44 ദിവസത്തേക്ക് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു തരുമെന്ന്. അത് എനിക്കറിയില്ല, എന്നെ കോരിത്തെരിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ എൻ്റെ TV സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നോട്ട് പാഡിലെടുത്ത് ഇങ്ങനെ എഴുതി. ഞാൻ ഡേറ്റ് നോക്കി, ഓഗസ്റ്റ് 12 തൊട്ട് എന്നാണ് 44, സെപ്റ്റംബർ 25. ഞാൻ എഴുതി സെപ്റ്റംബർ 25. നോട്ട് പാഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു, അമ്മേ മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഞാൻ എഴുതിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കണേ അങ്ങനെയൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ ഞാൻ എഴുതി. ഈ 3 മാസക്കാലം ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വചനം പഠിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസക്കാലം അമ്മ അതിന് എന്നെ ഒരുക്കി. ഞാൻ ഒരു ദിവസം 3 ബൈബിൾ വാക്യം വെച്ച് ഒരു 80ഓളം വചനങ്ങൾ ഞാൻ ഈ 3 മാസക്കാലയളവിൽ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 19 എനിക്കൊരു ഡേറ്റ് കിട്ടുക. അപ്പം ഞാൻ നോക്കിയപ്പം സെപ്റ്റംബർ 25, 44 ദിവസം ആകാൻ പോകുന്നുള്ളൂ. അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ സെപ്റ്റംബർ 19-ാം തീയതി രാവിലത്തെ നമ്മുടെ
ഇവിടെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് ഇതാണ്: നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന, ഇന്ന് യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനമുണ്ടാകട്ടെ എന്ന് ഞാനത് പൂർണ്ണമായും ഏറ്റെടുത്ത് വിശ്വസിച്ചു. അമ്മയും ഈശോയും എനിക്കിത് തന്ന് അനുഗ്രഹിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു വചനം തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഈശോ എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനം 149:4-5. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു, എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകൾ ആനന്ദം കൊണ്ട് പാടട്ടെ എന്ന്. സെപ്റ്റംബർ 19 പരിശുദ്ധ അമ്മ വീണ്ടും അമ്മയുടെ മരിയൻ സാന്നിധ്യം അച്ഛൻ്റെ ഉടമ്പടി ബ്രെഡിലൂടെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ടെസ്റ്റിനായി പോയി. തലേ ദിവസം നമുക്കവിടെ സാധാരണ മെസ്സേജ് വരും, നിങ്ങളുടെ ടെസ്റ്റ് ഇന്ന സമയമാണ്. എൻ്റെ ടെസ്റ്റ് 19 7:45 AM എനിക്ക് തലേ ദിവസം മെസ്സേജ് വന്നു. ഞാൻ അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ബസ്സിൽ ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിനകത്ത് കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയും ഇതിൻ്റെ മുറ്റത്ത് കാല് കുത്തുവാൻ അമ്മ എന്നെ അനുവദിക്കരുതേ അമ്മേ, അമ്മയ്ക്ക് ഈശോ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ബസ്സിൽ കയറി. ഞാനാണ് ആദ്യത്തെ വ്യക്തി. സാധാരണയായിട്ട് ആദ്യത്തെ നമ്പർ കിട്ടുന്നവർക്ക് ഇച്ചിരി പാടാണ്. ഡ്രൈവിംഗ് സ്കൂളിനകത്തുനിന്ന് ബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കാട്ടി മുമ്പ് രജിസ്റ്റർ ചെയ്തവർ കാണും, അവർ പിറകെ വരുമെന്ന്. 7:40 കയറി ഞാൻ 8:30 ആയിട്ടും ഒരു വ്യക്തികൾ പോലും ആ ബസ്സിനകത്ത് വന്നില്ല. ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പരും. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതെന്താണ് ഇന്നെങ്ങനെ സംഭവിച്ചത്? 3 വട്ടം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ബസ് നിറയുന്നതാണ്. ഇന്നെന്താ ആരും ഇല്ലാത്ത? ഡ്രൈവർക്കും അറിയത്തില്ല എന്താ കാരണമെന്ന്. അങ്ങനെ 8:30 ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് എന്നോട് പറയാണ്, മാഡം നിങ്ങൾ പോയി റെസ്റ്റ് റൂമിൽ ഇരുന്നോ, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ലോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് 7:40 എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അമ്മ അവിടെയും എന്നെ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചതാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങാൻ അറിയത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, എന്നെ അവിടെ 1ാമത്തെ നമ്പറാക്കി. എനിക്ക് മാത്രമേ ആ മെസ്സേജ് വന്നിട്ടുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വേറെ ബസ്സുകൾ ലോക്കൽസിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓടുന്ന ബസ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ 9:30 ഞാൻ തിരിച്ചു വന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് ഇത് അസാധ്യം, എൻ്റെ ദൈവത്തിന് സാധ്യം. ഞാൻ മനുഷ്യരെ അങ്ങ് മാറ്റി അവിടുന്ന്. ഡിനോവിന് ഇത് അസാധ്യമാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ അവിടുത്തെ നമ്മുടെ ആധാർ കാർഡ് പോലെ അവിടുത്തെ എമിറേറ്റ് സൈഡിൽ ഈ വിശുദ്ധ തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ അതിന്മേൽ ഉപ്പിട്ടിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ എല്ലാ പ്രാവശ്യവും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ പോലീസ് ഓഫീസർ എൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കും, ഞാൻ ഫെയിലാകും. ഇത് ലാസ്റ്റാണ് അമ്മേ, ഇനി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റിയറിങ്ങിൽ ഇവർ പിടിക്കാൻ അമ്മയെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാൻ അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പരിശുദ്ധ അമ്മ പോലീസ് ഓഫീസറിൻ്റെ രൂപത്തിൽ അവിടെ വരികയും ഞാൻ പറയും, ഞാനല്ല വണ്ടി ഓടിച്ചത്, ആ വ്യക്തി, ആ പോലീസ് ഓഫീസർ, ഒരു അറബിക് ലേഡി, അവരെന്നെ ഇങ്ങോട്ട് സഹായിക്കുകയാണ് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന്. അവരെന്നെ ഒരുപാട് സഹായിച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ എന്നെ അവിടെയും ഉയർത്തി എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് കഴിഞ്ഞ മാസം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ 2 രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. എമർജൻസി സർജറി പറഞ്ഞ ഗോൾ ബ്ലാഡർ സ്റ്റോണ് 1.5 വർഷമായി ഇതുവരെയും ഒരു വേദനയും വരാതെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ സംരക്ഷിച്ചു. അതുപോലെ എൻ്റെ ശരീരത്തിൽ അലർജി രോഗം വർഷങ്ങളോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വെള്ളത്തിലിട്ട് എന്നും ഞാൻ കുളിക്കുമായിരുന്നു. മരുന്ന് കൊണ്ടല്ല, എൻ്റെ മരുന്ന് നിർത്തുമ്പോൾ എൻ്റെ ഈ രോഗം വീണ്ടും വരുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു, നാളെ മുതൽ അമ്മ മാതാവ് എനിക്ക് ഈ രോഗം വരുത്തരുത്, ഞാൻ മടുത്തു മരുന്ന് കഴിച്ചെന്ന്. അമ്മ അവിടെയും എന്നെ സഹായിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിക്കൊണ്ട് ആ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പരിശുദ്ധ അമ്മ തുടച്ചു മാറ്റി. ഇന്നുവരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പത്രം ഞാൻ ഈ ലൈസൻസ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകും. ബസ്സിൽ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, അമ്മ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്ന്. അർഹതയുള്ള മക്കൾക്ക് കൊടുക്കും. അവരുടെ ഫോൺ നമ്പർ മേടിക്കും. ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാം ഡെയിലി ബ്രെഡ് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ആക്കിയിടും. എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ഭക്ഷണവുമായിട്ട് ഞങ്ങൾ പോകും. അമ്മ ആഗ്രഹിക്കുന്നവർക്ക്, അത് എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല, അമ്മ ആഗ്രഹിക്കുന്ന മക്കൾക്ക് കൊടുക്കുവാൻ ഞങ്ങൾ അലയിലെ റോഡിലിറങ്ങി എവിടെയൊക്കെ പോകാമോ അവിടെയെല്ലാം കൊണ്ടുപോയി വിശന്നിരിക്കുന്നവർക്ക്, റോഡിൽ പണിയുന്ന പാവങ്ങൾക്ക് ഞങ്ങൾ ആ ഭക്ഷണം കൊടുക്കുവാനും പരിശുദ്ധ അമ്മ സഹായിച്ചു. കൂടാതെ ജോലിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വരുമാനം
തീരുമാനം. ആദ്യം അത് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടേ ഞങ്ങൾ എന്ത് കാര്യത്തിനും എടുക്കത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മ ഇന്ന് വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, മരണം വരെ വിശ്വസ്തനായിരുന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ വാക്കുകൾ പാലിച്ച് നിത്യതയിലേക്ക് എത്തണം. ഞങ്ങളിലൂടെ കണ്ട ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം. അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. സങ്കീർത്തനം 65 തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. നന്മ കൊണ്ട് സംതൃപ്തരായ ഒരു കുടുംബമാണ് ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. ഡിനു ബേബി അവരുടെ കുഞ്ഞുമകളോടുകൂടി വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. അവർക്ക് പറയാനുള്ളത്, ഞങ്ങൾ വളരെ നല്ല ജീവിതം നയിക്കുന്നവരാണ്, പക്ഷേ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് പരിചയത്തിലുള്ള ഒരു ചേച്ചി വന്ന്, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലൂ എന്നുള്ള ഒരു റിക്വസ്റ്റുമായി ഇവരുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ കാണുവാനും ഉടമ്പടി എടുക്കുവാനുമായി ആദ്യം ബേബി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം തനിക്ക് ജോലിയില്ലാതിരുന്ന പല പ്രാവശ്യം ട്രൈ ചെയ്തിരുന്ന ബേബിക്ക് ലഭിച്ചത് ഒരു വലിയ ഓഫറാണ്. അതിനുവേണ്ടി മർത്തയും മറിയവും പ്രാർത്ഥിക്കുന്നത് പോലെ ഡിനുവിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടി വന്നു. ഡിനു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം എന്നുള്ള ഒരു വലിയ ഉത്തരമാണ് അവർക്ക് ഹസ്ബൻഡിന് ലഭിച്ചത്, ബേബിക്ക് ലഭിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയർ മാത്രമായിരുന്ന അദ്ദേഹത്തിന് അബുദാബിയിൽ കൺസ്ട്രക്ഷൻ മാനേജർ പോസ്റ്റായിട്ടൊരു വലിയ നല്ല സാലറിയോടുകൂടി അദ്ദേഹത്തിനെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നൊരു വലിയ അനുഗ്രഹം നൽകിയ അദ്ദേഹത്തെ ഉയർത്തി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര തന്നെ ജീവിതഭാരമുള്ള കാര്യങ്ങളായാലും വളരെ സ്നേഹത്തോടെ നമ്മെ പരിചരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. ഡിനു കണ്ടിന്യൂസായി ദൈവപരിപാലനയുടെ ഒരു വലിയ നിരത്ത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുകയും പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രചോദനം എന്നോണം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധാഭിഷേകം ലഭിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ള നിയോഗം ഇവർക്ക് വളരെ പ്രത്യക്ഷമായി നൽകുകയും പിന്നെ ഡിനു ഞങ്ങളെ കാണിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ അതേ രൂപം തന്നെ ഒരു സ്റ്റാച്ചു പോലെ അവർക്ക് തിരിയിൽ വന്ന് കാണിക്കുന്ന ഒരു വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി. പിന്നെ ഒരുപാട് അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മേ, അങ്ങ് ആഗ്രഹിക്കാത്തതൊന്നും തന്നെ എനിക്ക് തരരുത്. അതുപോലെ തന്നെ അവർ കാരുണ്യപ്രവർത്തികളായി പൊതിച്ചോറുകൾ കൊണ്ടുപോകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുവാനായി ഞങ്ങൾ മണിക്കൂറുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് ആ ഭക്ഷണം മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്കായി കൊടുത്തത്. അതെല്ലാം ക്ഷമയോടുകൂടി ആ ക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു വലിയ വരവും അനുഗ്രഹവും കൃപയും അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഓരോ കുടുംബത്തിനും ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജപമാല റാലിക്കായി നാം വളരെയധികം പ്രാർത്ഥിച്ച് ദാഹിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല കാലാവസ്ഥയും നല്ല അനുഭവവും ലഭിച്ച് ഒരുപാട് മക്കൾ, ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നവർ പോലും ഈ ജപമാല റാലിയിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി, അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഡിനുവിനും ബേബിക്കും അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന്, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് മേരി, ഹസ്ബൻഡ്, മൂന്നാമത്തെ കുഞ്ഞ്. എനിക്ക് 3 കുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്. അതിൽ മൂന്നാമത്തെ കുഞ്ഞാണിത്. ഞാൻ കണ്ണൂർ പേരാവൂർ സെൻറ്റ് ജോസഫ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ഫെബ്രുവരി മാസം 18-ാം തീയതി 2023 ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞങ്ങൾ 5 പേരും പരിപൂർണമായിട്ടും ഡൗണായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു 2015 മുതലേ ഞങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു. 2020 മുതൽ ഞങ്ങളെ അറിയാവുന്ന പലരും, പല അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോയി നോക്ക്, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങൾ ഒത്തിരി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ
ഞങ്ങളെ ആത്മീയമായിട്ട് നയിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കിങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ആയില്ല, സമയമായില്ല. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ പോകാൻ, അമ്മയുടെ അടുത്ത് പോകാൻ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഹസ്ബൻഡിനോട് അച്ഛൻ വേറെ സാഹചര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ യാദൃശ്ചികമായിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ്, ഈശോ എന്തോ പറയുന്നു, നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോകാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും അച്ഛാന്ന് ചോദിച്ചു. അച്ഛനല്ലേ പോകണ്ടെന്ന് പറഞ്ഞേ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് അന്ന് ഈശോ പറഞ്ഞു, ഇന്ന് ഇത് ഈശോ പറയുന്നെന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ 2 ദിവസം പോലും ഞങ്ങൾ വൈകിയില്ല, എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, ഞങ്ങളുടെ ചിന്തയും എന്താണെന്ന് വെച്ചാൽ 90 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അതാ പിറ്റേ ദിവസം തൊട്ട് അത്ഭുതങ്ങളുടെ പെരുമഴയായിരിക്കും എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടെന്നെങ്കിലും ഞങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും നടന്നില്ല, അനുഗ്രഹമായിട്ടൊന്നും തന്നെ വന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ 90 ദിവസമായപ്പോൾ പുതുക്കണേനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തായാലും ഉടമ്പടിയിൽ ഇനി മരണം വരെ പോവുക, അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അമ്മയുടെ ഒപ്പം. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിൽ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങളിപ്പോൾ 11ാമത്തെ ഉടമ്പടിയിലാണ് ഇപ്പോഴായിരിക്കുന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയുമ്പം കേൾക്കുന്ന ഒരാൾക്ക് അതിൻ്റെ തീവ്രത എത്ര മനസ്സിലാവുമെന്നറിയില്ല. അനേകം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തെളിവ് സഹിതം ബോധിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 3 സാക്ഷിയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ. 2015 മുതലേ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു 40 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടം ഉണ്ടായിരുന്നു. അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ആദ്യം 10 ലക്ഷത്തിലാണ് തുടങ്ങിയത്. അത് ഇങ്ങനെ അതിരുകൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലമുണ്ട്, പക്ഷേ വിൽപ്പന നടക്കില്ല. ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഞങ്ങൾ നല്ലൊരു ജോലി എറണാകുളത്ത് ചെയ്തുകൊണ്ടിരുന്നോടത്ത് നിന്ന് ഫാമിലിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പം പോയതാണ്. അവിടെ ചെന്ന് കിട്ടിയ ജോലി ഒത്തിരി നല്ലതാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 2 വർഷം വളരെ തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അതോടുകൂടി ഞങ്ങളുടെ കടം വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥലം വിൽപ്പന നടക്കുകയും ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യത നല്ലൊരു ശതമാനം തന്നെ കുറയുകയും ചെയ്തു. ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 19 വർഷമായിരുന്നു ജോലിയില്ലാതെ ഇരിക്കുന്നു. എൻ്റെ മൂത്ത മകളുണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചതായിരുന്നു. മകളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചതാണ്. പിന്നീട് അന്ന് മുതൽ വരുന്ന ഓരോ ഫോൺ കോൾസും ഞാൻ പ്രതീക്ഷിക്കും. ഒത്തിരി ബയോഡേറ്റകൾ കൊടുത്തു, പ്രതീക്ഷിച്ച് പല സ്ഥലത്തും കാത്തിരുന്നു. PSCക്ക് വേണ്ടിയിട്ട് 18 വർഷം ട്രൈ ചെയ്തു. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ട്രൈ ചെയ്തു. പക്ഷേ കിട്ടിയില്ല. ലിസ്റ്റിൽ വരും, എന്തെങ്കിലും കാരണങ്ങളാൽ ഒഴിവാകും. അപ്പോൾ പലപ്പോഴും ഞാൻ പറയും, ഞാൻ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതിയെന്ന് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ മകൾ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇനി ഞാൻ കരയില്ല, എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കരയില്ല. ഞാൻ എല്ലാ ദിവസവും ചാപ്പലിൽ 1/4 മണിക്കൂറോളം ഇരിക്കാറുണ്ട്. അപ്പോൾ ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഈശോ ഇനി ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കരയില്ല, ഇനി എൻ്റെ മക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈശോ കൊടുത്താൽ മതി, ഇനി ഞാൻ അതിനു വേണ്ടി കരയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ ആ ഒരാഴ്ചയിൽ തന്നെയാണ് എൻ്റെ പപ്പ മരിച്ച ഡേറ്റ് വന്നത്. അപ്പോൾ ഞാൻ ആ ആഴ്ചയിലാണ് യോസേപ്പ് പിതാവിനെക്കുറിച്ച് ജോസഫ് അച്ഛൻ ഇവിടെ അൾത്താരെ പറയുണ്ടായി. അച്ഛൻ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്, ഞാൻ പലപ്പോഴും യോസേപ്പ് പിതാവിനെ ഈ അൾത്താരയിൽ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥതയിലാണ്. അപ്പോൾ ഞാൻ യോസേപ്പ് പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഈശോയോട് സംസാരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ യോസേപ്പ് പിതാവിനോട് പറഞ്ഞു, യോസേപ്പ് പിതാവെ പപ്പ മരിച്ച ഡേറ്റ് ആവുക, എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊക്കെ വിട്ടിട്ട് ഒരു കുർബാനയ്ക്ക് പൈസ കൊടുക്കാൻ പോലും ഈ ശരീരം കൊണ്ട് അധ്വാനിച്ചൊരു പൈസ ഉണ്ടാക്കാൻ എനിക്കൊണ്ട് ആവുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞല്ലോ കൃപാസനമ്മയുടെ ആൾത്താരയിൽ ജോസഫ് അച്ഛനെ യോസേപ്പ് പിതാവിനെ കണ്ടെന്ന്, ഇനി കാണുമ്പോൾ ഇനി അവിടെ പോകുമ്പം എനിക്കൊരു ജോലി തരണേന്നൊന്ന് പറയണേന്ന് പറഞ്ഞു. യോസേപ്പ് പിതാവിനോട് പറഞ്ഞു. അന്ന് കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഈശോയോട് ഞാൻ സോറിയും പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് സങ്കടം വരുവാന്ന്. എന്നിട്ട് ഞാൻ പോന്നു. പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് വഴി ഒരച്ഛൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും എനിക്ക് ജോലിക്കുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരികയും ചെയ്തു. ഒരു ബയോഡേറ്റ കൊടുക്കുകയോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് സെക്രട്ടറി ടു ദ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊരു ജോലി എൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്നു പോകാവുന്ന, കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ചതിന് ശേഷം നടന്നു പോകാവുന്ന ദൂരത്തിൽ നല്ലൊരു പൊസിഷനിൽ ഈശോ എന്നെ എത്തിച്ചു. യോസേപ്പ് പിതാവിനും
ISI പദവി തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും കൃപാസന അമ്മയാണ് എനിക്കത് തന്നതെന്നും എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈശോയും മാതാവും ഇരിക്കുന്ന ഒരു രൂപമാണുള്ളത്. ഞാൻ ആദ്യം കയറി ചെന്ന് എനിക്ക് ഇതാണ് സീറ്റെന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതിലും വേറെ ഒരു ദൈവനിയോഗം എന്ന് പറയുന്നത്, ഞാനന്ന് ഈ അച്ഛനൊന്ന് കാണണം എന്ന് പറഞ്ഞു, ഒന്ന് സംസാരിക്കാനായിട്ട് കാണണം എന്ന് പറയുമ്പോൾ അതൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അച്ഛൻ എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞങ്ങൾ വൈകിട്ടാണ് കുർബാനയ്ക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് ചെന്ന് നിന്ന് ഞാനപ്പോൾ ഈ നിയോഗം ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കുർബാനയ്ക്ക് കയറുന്നത്. കയറുമ്പോൾ അൾത്താരയിൽ അച്ഛനാണ് അന്ന് കുർബാന എല്ലാം വരുന്നത്. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ എന്ന് എന്നോട് കാണണമെന്ന് പറഞ്ഞ അച്ഛനാണ് അന്ന് അൾത്താരയിൽ വരുന്നത്. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈശോയോട് പറയുമായിരുന്നു ചേച്ചിയോട് എന്താ സംസാരിക്കേണ്ടതെന്ന്. എനിക്കൊന്നും സംസാരിക്കാനും എന്നും ചോദിക്കാനും ഒന്നും ഇല്ല ചേച്ചിയോട്, ചേച്ചി ഇങ്ങ് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇത്രയും ഗ്യാപ്പായി, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, സംസാരിക്കാൻ വേർഡ്സ് കിട്ടാത്തൊരവസ്ഥയിൽ പോലുമാണ് ഞാനിപ്പോൾ ഉള്ളത്. 10-12 വർഷമായിട്ട് അടുക്കളയിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല, പത്രം പോലും വായിക്കാറില്ല. കാരണം ഇനി എന്തിനാ ഈ അപ്ഡേറ്റ് ആയി ഇരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ ഞാൻ എത്തിയ സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് ചേച്ചി 1 മാസം വന്ന് നോക്ക്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡാണ്, ചേച്ചി ഇവിടെ തുടരണം. അങ്ങനെ എനിക്ക് ആ ജോലി ശരിയാക്കി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെയുള്ള സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞങ്ങളെല്ലാവരും തളർന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ മോൾക്ക് 6.5 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞാണ്. 1ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് പഠിച്ചു വന്നിരുന്ന കുഞ്ഞായിരുന്നു. 6.5 വയസ്സായപ്പോൾ എൻ്റെ മോൾ ഒരു ദിവസം തല കറങ്ങി കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തല കറങ്ങി ഓടി വന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വാഷ് ബേസിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുഞ്ഞ് കുഴഞ്ഞു വീണു. ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അവരും ന്യൂറോളജീനെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാണിച്ചു, ഡോക്ടറും പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല, അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ പേരാവൂരിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ അമൃതയിലെത്തി. കോഴിക്കോട് നിന്ന് ഞങ്ങളോട് പറഞ്ഞു ഇതൊരു പ്രത്യേകതരം എപ്പിലെപ്സി ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവർ മെഡിസിനും സ്റ്റാർട്ട് ചെയ്തു. ആ മെഡിസിൻ കൊടുത്ത അന്ന് മുതൽ എൻ്റെ കുഞ്ഞല്ലാതായി മാറുമായിരുന്നു. ദേഷ്യം, അസ്വസ്ഥത, ക്ഷീണം, സ്കൂളിൽ പോവില്ല, എപ്പോഴും പഠിക്കില്ല, എപ്പോഴും വഴക്ക്, അങ്ങനെ എൻ്റെ കുഞ്ഞേ അല്ലാണ്ടായി മാറി, പഴയ കുഞ്ഞേ അല്ലാതായി മാറി. അപ്പോൾ എന്നും സങ്കടമായിരുന്നു എനിക്ക്, ഇതെന്താ ഈ മോള് മാത്രം ഇങ്ങനെ ആകുന്നത്, ഇങ്ങനെ മാറിപ്പോകുന്നേ. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ അത് മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ ശരിയായിക്കോളും, അതൊക്കെ ഉണ്ടാവും, അതതിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ 200ഓളം സൈഡ് എഫക്റ്റാണ് ആ മെഡിസിൻ, അവരന്ന് കൊടുത്തിരിക്കുന്ന മെഡിസിന്. പിന്നീടും ഇങ്ങനെ എപ്പിസോഡ് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോയ മെഡിസിൻ കൊടുക്കുന്നു, കൊച്ചിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു, രോഗം മാറുന്നില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ ഞങ്ങൾ അമൃതയിലെത്തി. അമൃതയിലാണ് ഇവിടെ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ന്യൂറോളജി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്ക് അവിടുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഡോസൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, പക്ഷേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കൊച്ചിന് എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ അസുഖത്തിന് VG എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം ഡിസ്ചാർജ് കാണാറില്ല, പക്ഷേ മോളുടെ ഇതിൽ വളരെ അധികമാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്മയുടെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ പറയും, അമ്മേ മാതാവേ വേറെ ഒന്നും തന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഴയ പോലെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് എന്നും കരഞ്ഞ് ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം വന്ന എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് മുട്ടുകുത്തിന്ന് ഒത്തിരി കരഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ. ലാസ്റ്റ് എപ്പിസോഡ് ജനുവരിയിലാണ് വരുന്നത്. ജനുവരിയിൽ വലിയൊരു എപ്പിസോഡാണ് വന്നത്. ആദ്യം 1 സെക്കൻഡ് 2 സെക്കൻഡ് ആയിരുന്നെങ്കിൽ 20 മിനിറ്റ് വരെ അൺകോൺഷ്യസ് ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മോള് പോയത്. അപ്പോഴൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് മോൾക്ക് വെയിറ്റ് കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേരും കൂടി എടുത്താൽ പോലും കുഞ്ഞ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ മാത്രം ഉള്ളപ്പോഴും ഗ്രാൻഡ് പേരൻസും ഉള്ളപ്പം രോഗം വന്നിട്ട് ഞാൻ നിന്ന് കരയുമല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ച് കരിനീല കളറായിട്ടും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, പൊങ്ങുന്നില്ല കുഞ്ഞ്. അങ്ങനെ ഒരു അവസ്ഥ വരെ വന്നു. അടുത്തുനിന്ന് ആളുകളെല്ലാം വിളിച്ചിട്ടാണ് ഞങ്ങളന്ന് ഹോസ്പിറ്റലിലാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് വന്നപ്പോൾ അവർ പറയുകയാണ് ഇത് സാധാരണഗതിയിൽ 12 വയസ്സ് 13 വയസ്സോടുകൂടി മാറിപ്പോകും, പക്ഷേ മോളുടെ കേസ് കണ്ടിട്ട് ഓരോ ദിവസം കൂടിയാണ് വരുന്നത്. ഒരു പക്ഷേ ഇതൊരു ജനറൽ സീഷറായി മാറിയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത്. പലപ്പോഴും ഞങ്ങൾ ഡോക്ടറോട് പല സംശയം ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഡോക്ടർക്കും നല്ലൊരു ഉത്തരം, ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഉത്തരം തരാൻ കഴിയാറില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡ് വന്ന് അങ്ങനെ പോയി. അപ്പം ഞാൻ ഈ ലാസ്റ്റത്തെ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ നിയോഗം, നിൻ്റെ ഇഷ്ടം എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കാനാണെങ്കിൽ
അങ്ങനെ തന്നെ ആവട്ടെ, നിൻ്റെ ഇഷ്ടം, പക്ഷേ എനിക്ക് അതിനുള്ള ശക്തി അമ്മ തരണം, എനിക്കിത് താങ്ങാനുള്ള ശക്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ സറണ്ടർ ചെയ്തു മാതാവിൻ്റെ അടുത്ത്. ഞാൻ ഇനി ഇതിനു വേണ്ടി വാശി പിടിക്കില്ല, ജോലിക്ക് വേണ്ടി പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വാശി പിടിക്കുന്നില്ല, അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിന് ഇത്രയും മെഡിസിൻ പോയിട്ട് ഈ കുഞ്ഞിന് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നെന്ന് അറിയാനായിട്ട് 3T MRI ചെയ്യണമെന്ന് പറഞ്ഞു, ബ്രെയിൻ്റെ MRI ചെയ്യണം. അങ്ങനെ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ MRI ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളോട് 2 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് അവർ. ഞങ്ങൾ അത് കോള് വരുമ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ കിലുകില വിറക്കിയായിരുന്നു, എനിക്ക് എന്താണ് അവരുടെ മറുപടി എന്ന് അറിയാൻ പറ്റാതെ. അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇതിന് മുന്നേ എടുത്ത ഏതെങ്കിലും MRIയോ EGയോ എന്തെങ്കിലും ഉണ്ടോ, ഈ കൊച്ചിന് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നാണോ എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അമ്മയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ പല ഇങ്ങനെ ദൈവദാൻ സെൻറ്ററുകളുണ്ട്, വയ്യാത്തവരെ ശുശ്രൂഷിക്കുന്ന സെൻറ്ററുകളുണ്ട്, അവിടെ എല്ലാം പോയിക്കൊണ്ടിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്കുള്ള വസ്ത്രം എല്ലാം അലക്കി കൊടുക്കുമ്പോൾ ഞാൻ കരയും, അമ്മേ മാതാവേ ഇതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ബ്രെയിനും അമ്മ അലക്കി വെളുപ്പിച്ച് തരണേ, അങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ വീട്ടിലെ തുണി അലക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ, വരണേ, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ കൂടെ നിൽക്കണേ, എനിക്കെല്ലാം താങ്ങാനുള്ള ശക്തി തരണേ. എനിക്കിവിടെ എണ്ണി പറയാൻ പറ്റാത്തത്ര വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഞാനിങ്ങനെ അമ്മയോട് പറയും, ചേർന്ന് നിൽക്കും തോറും എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും, എനിക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നിയിരുന്ന പല കാര്യങ്ങളും വളരെ ചെറുതായി തോന്നാൻ തുടങ്ങി, പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതാവാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റത്തെ ഇത് ഇങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തതിന് ശേഷം 3T MRI എടുക്കുമ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിലൊന്നും കാണാൻ കഴിയുന്നില്ല, കൊച്ചിൻ്റെ ബ്രെയിൻ പരിപൂർണമായും ഈ ഏജിൽ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് ശേഷം അത് ഞങ്ങൾ എടുക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് എടുത്ത് അതുകൊണ്ട് ഞങ്ങൾ അമൃതയിൽ വരുന്നു. അമൃതയിൽ വന്ന് ഡോക്ടർ VG വീണ്ടും VG എടുക്കുന്നു. അപ്പോൾ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇവർ റിപ്പോർട്ട് തന്നു. ഈ ടെക്നീഷ്യൻ റിപ്പോർട്ട് തന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കൊച്ചിൻ്റെ MRIയിൽ ഈ VGയിൽ നോർമൽ എന്നാണ് കാണുന്നത്, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലെന്നാണ് VG കാണുന്നത്. പക്ഷേ ഡോക്ടർ ഞങ്ങളോട് കണ്ടേച്ച് പറഞ്ഞു, ഡോക്ടർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ തന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1-2 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. കാരണം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നോർമൽ എന്നാക്കി ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒത്തിരി വേദന തോന്നി, കാരണം അന്ന് തൊട്ടേ മെഡിസിൻ നമുക്ക് കുറച്ച് തുടങ്ങാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു, അമ്മയെ വേണ്ട, ഞാൻ ഇത് സറണ്ടർ ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. വീണ്ടും വിട്ടുകൊടുത്തു അമ്മയ്ക്ക്. അടുത്ത പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെന്നു, VG എടുത്തു, സെയിം തന്നെ നോർമൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നോർമലായി, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. സാധാരണഗതിയിൽ 12-13 വയസ്സിലാണ്. പക്ഷേ ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരുന്നത്, ഒരു ജനറൽ സീഷറിലേക്ക് പോവുകയും ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കുകയും ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത്. പക്ഷേ മോൾക്ക് ഇനി മെഡിസിൻ വേണ്ട, സ്റ്റോപ്പ് ചെയ്യാം. എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും, രാത്രിയിലും രാവിലെ ആദ്യം ഉണർന്നാലും ഇതാണ് ഞാൻ ചെയ്യാറ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. മോളെ എല്ലാ ദിവസവും ഞാൻ നെറുകയിലും നെറ്റിയിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. കൂടാതെ ഞങ്ങൾ ഈ അവസാനത്തെ VG എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ തൈലം കൊണ്ട് ആശീർവദിക്കുകയും ചെയ്തിരുന്നു മോളെ. അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് തന്നത്. ഇതാണ് ഞങ്ങളുടെ 3 സാക്ഷ്യങ്ങൾ. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേല, കാരുണ്യപ്രവർത്തികൾ പറയാം. കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ 2 അനാഥാലയങ്ങളിൽ പോകാറുണ്ട്, 3 സ്ഥലത്ത് പോകാറുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ മക്കളെ കാണുക, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വയസ്സായ ആളുകളാണ്, മെൻ്റലി ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അവരുടെ അടുത്ത് പോയി സംസാരിക്കും, അവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കും. അപ്പോൾ ഒരാഴ്ച ചെന്നില്ലെങ്കിൽ അവർ ചോദിക്കും, വന്നില്ലല്ലോ, ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ എന്ന്. ആദ്യകാലങ്ങളിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെല്ലാം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോകണം, അവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ വേദന കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഞാൻ മെൻ്റലി തളർന്നായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് എത്തുക. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ കാണാൻ പോകാറില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓരോ പ്രാവശ്യം പോകും തോറും എനിക്ക് ശക്തി കിട്ടുകയും ചെയ്തു, പോവാനായിട്ട്, അവരെ കാണാനായിട്ട്, ആശ്വസിപ്പിക്കാനായിട്ടും.
ചില കുട്ടികളൊക്കെ വയ്യാത്ത ഒരു മോളുണ്ട്, ഞാൻ താഴെ എത്തും, അവൾ മുകളിലാണ് കിടക്കുന്നത്. താഴെ എത്തുമ്പോഴത്തേക്കും എൻ്റെ സംസാരത്തിന് സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അവിടെ അറിയും. അവളവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. കൈയും കാലും എല്ലാം വളരെ വളഞ്ഞ് അങ്ങ് നമുക്ക് കണ്ട വിഷമം തോന്നുന്ന അവസ്ഥയിലാണ് മോളുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു വേർഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാരം സാമീപ്യം അവൾ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്ന്. അതിനുശേഷം ഞാൻ മക്കളും പറയും അമ്മേ അങ്ങനെയുള്ളിടത്ത് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ പറയും ഇല്ല, അങ്ങനെയല്ല, ഒരു നിമിഷം അവർക്കൊരു സന്തോഷം കൊടുക്കാൻ നമ്മൾക്കായാൽ അത് നമുക്ക് ഈശോയെയാണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് അവർ ഈശോയെയാണ് നമ്മളിൽ കാണുന്നതെന്ന് എല്ലാവരോടും ഞാൻ പറയും, ഈശോയെ എന്ന് വിളിക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം. പത്രം കൊണ്ടു കൊടുക്കും, വായിക്കാൻ അറിയാവുന്നവർക്ക് പത്രം കൊടുക്കും. അവർ പറയും അടുത്ത പ്രാവശ്യം. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്. വായിക്കാനൊന്നും ഇല്ലാത്തപ്പം അത്ഭുതങ്ങളുടെ പെരുമഴയായിട്ട് ഈ പത്രം കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നാണ് അവർ പറയാറ്. അവർക്കത് പിന്നെ പത്രം കൊടുക്കുന്നത്, പിന്നെ അലക്കി കൊടുക്കും, അവർക്ക് ഡ്രസ്സുകളൊക്കെ അലക്കി കൊടുക്കും. പിന്നെ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്ന അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊണ്ടു കൊടുക്കും. മിഠായി അങ്ങനെയുള്ളതൊക്കെ അവർക്ക് ആരും കൊടുക്കാനില്ലല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. വലിയ സന്തോഷത്തോടെയാണ് അവർ ഞങ്ങൾ അവരെയും സ്വീകരിക്കുന്നത്. പിന്നെ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ ചെന്നാൽ ഉടനെ തന്നെ ഓടിക്കൊണ്ടുപോയി എല്ലാവർക്കും പത്രം കൊടുക്കാറില്ല. ഞങ്ങൾ പത്രം കയ്യിൽ വെക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പത്രം കൊടുക്കും. അത് ആർക്കാണോ ഏറ്റവും അനുയോജ്യമായ വ്യക്തി അവിടെ മാത്രം എത്തിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആ പത്രം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊണ്ടു കൊടുക്കാറ്. അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ആളുകൾ എങ്ങനെ സ്വീകരിക്കും, എന്ത് സംസാരിക്കും, എന്നോട് എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതെൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നത് പോലെയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ. അമൃതയിൽ ചെന്നാലും ഞാൻ അവിടെ നിന്ന് കൊന്തയിലും ഓരോ രഹസ്യം, ഒരു പത്രം എടുത്ത് കൈ പിടിച്ചിട്ട് ഒരു രഹസ്യം കഴിയുമ്പം ഒരാളെ ഞാൻ നോട്ടം ഇടും, ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ആ പത്രം അവർക്ക് കൊണ്ടു കൊടുക്കും. ചിലരൊക്കെ റിജക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ റിജക്റ്റ് ചെയ്താലും സ്വീകരിച്ചാലും എനിക്ക് ഒരുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് മാതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഞാനത് നിറവേറ്റും. പിന്നെ ഞങ്ങളുടെ കസിൻ ഒരു ബ്രദർ, അച്ഛനുണ്ട്, കസിൻ ബ്രദർ ചാന്ത രൂപതയിലാണ്. മിഷണറിയാണ്. അപ്പോൾ ആ അച്ഛനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഹിന്ദി മറാത്തി പത്രങ്ങൾ ഇവിടെ അടിക്കണേനനുസരിച്ച് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അനുസരിച്ച് ഞങ്ങളത് ഇതേപോലെ തന്നെ ഓരോ പത്രം, ചിലപ്പോൾ 5 കെട്ടൊക്കെ പത്രം ഉണ്ടാകും, എല്ലാം ഞാൻ കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരയ്ക്കും ഓരോ പത്രത്തിലും. എന്നിട്ട് ഈശോയോട് പറയും ഇത് ചെല്ലുന്ന ഒരു ആശ്വാസമായിരിക്കണം, അവർക്കൊരു ദാഹിച്ചിരിക്കുന്നവന് കിട്ടുന്ന ഒരു വെള്ളം പോലെ ആശ്വാസമാവണേ എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അത് ഞങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ അച്ഛൻ പറയണേ, അച്ഛൻ ഇടയ്ക്ക് ഇപ്പോൾ വിളിച്ച് ചോദിക്കും, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ട്, പത്രം തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ മാസം ഇല്ല അങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ ആവുന്നതനുസരിച്ച് ആ പത്രങ്ങൾ അങ്ങനെ അയച്ചു കൊടുത്ത് അവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഒരു അനുഭവം ഉള്ളത്, മോളുടെ മരുന്ന് സ്ഥിരമായി മേടിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ മെഡിസിൻ കുറച്ചു എന്ന് പറഞ്ഞപ്പം ആ മെഡിക്കൽ സ്റ്റോറിലെ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത്, ഹസ്ബൻഡ് മെഡിസിൻ മേടിക്കാൻ നിൽക്കുമ്പോൾ പറഞ്ഞത്, മെഡിസിൻ ഇനി മുതൽ വേണ്ട ചേട്ടാ, ഇങ്ങനെ മെഡിസിൻ സ്റ്റോപ്പായി എന്ന് പറഞ്ഞപ്പോൾ, ഈ മെഡിസിൻ സ്റ്റോപ്പാക്കിയോ, 20 വർഷം വരെ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണല്ലോ, 20 വർഷമായിട്ടും ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് ഈ അയൽവക്കത്ത് അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത നിമിഷം ഞങ്ങൾക്ക് പറയാൻ ഇട തരാതെ ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു പറയുകയാണ്, അത് നിങ്ങളുടെ കൃപാസന മാതാവാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഞങ്ങളെ കണ്ട്, ഞങ്ങളുടെ സാക്ഷ്യം കണ്ട് ഇങ്ങോട്ട് ആളുകൾ റിയലൈസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ജീവിതത്തിൽ. എല്ലാത്തിനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കടമയാണ് നിർവഹിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾക്ക് സഹനങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്, സഹനങ്ങൾ എന്തുണ്ടായാലും നമ്മൾക്കുള്ളൊരു ഉത്തരവാദിത്തമാണ് ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എല്ലാവരെയും അറിയിക്കുക. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു ബോധ്യം ഇതാണ്, നല്ല വീഞ്ഞ് കിട്ടിയത് അവസാനമാണ്, സഹനങ്ങൾ കിട്ടുന്നത് നല്ലതാണ്. ഏറ്റവും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും അവസാനം കിട്ടുന്നതാണ് നല്ലത്. കാരണം ഏറ്റവും നല്ലത് അവസാനത്തേക്കാണ് ഈശോ മാറ്റി വെച്ചിരിക്കുന്നത്. അതെൻ്റെ സ്വന്തം കാഴ്ചപ്പാടാണ്. പക്ഷേ അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. പുറപ്പാട് 25-22. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. സുനീഷ് മാത്യു, മേരി ദമ്പതികൾ
കുടുംബത്തിൽ ലഭിച്ച മരിയൻ ഉടമ്പടി ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അമ്മ മാതാവ് കരം കൂപ്പുന്ന അവസരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏതൊക്കെ വലിയ കാര്യങ്ങളുണ്ടോ, മരണത്തോളം എത്തുന്ന വിഷയങ്ങളുണ്ടോ, പാതാളത്തോളം എത്തുന്ന താഴ്ചകളുണ്ടോ, അവയെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മറ്റാർക്കും സഹായിക്കുവാനാവാത്തത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ അത്ഭുതകരമായി പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിലുള്ള ആത്മബലത്താൽ അമ്മ നേടിത്തരുന്നതാണ് ഈ അൾത്താരയിൽ ഉടമ്പടിയുടെ ക്വാളിറ്റി സാക്ഷ്യങ്ങളായി നമ്മളെപ്പോഴും കാണാറുള്ളത്. ഓരോരുത്തരും പറയുന്നില്ലേ, ആ മകളുടെ സൗഖ്യം നേടുമ്പോൾ അത് കൃപാസന മാതാവ് നേടിത്തന്നതാണ്. കാരണം 20-25 വർഷം മരുന്ന് കഴിക്കുന്നവരെ അറിയാം, ഇത്ര കുഞ്ഞു നാളിൽ ചെറിയ കാലം കൊണ്ട് ഇത് നിർത്തിക്കളയുന്നത് എങ്ങനെയാണ്. കുഞ്ഞിന് സൗഖ്യപ്പെട്ടുവെങ്കിൽ അത് അമ്മ മാതാവ് അനുവദിച്ചു നൽകിയതാണ്. സഹോദരൻ അതാണ് സാക്ഷ്യത്തിലൂടെ പറഞ്ഞത്. നമ്മൾ ദൈവനാമത്തെ പ്രഘോഷിക്കുക, വിശ്വസ്തതയിൽ ജീവിക്കുക, ജീവിതത്തിൻ്റെ ഏത് ക്ലേശാവസ്ഥയിലും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക, അത് കടമയാണ്. എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന പ്രത്യാശയോടെ നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ രോഗം സുഖപ്പെടും, തടസ്സങ്ങൾ മാറിപ്പോകും, കുടുംബത്തിൽ ഐശ്വര്യം വരും, തൊഴിലിൽ പുരോഗതി ഉണ്ടാവും, കിട്ടാതെ കിടക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി നൽകുന്ന ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് കാണുവാനാവും. നമ്മുടെ ജീവിതങ്ങളെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ